ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കടമ്പ്രയാറാണ്. കാക്കനാട് വീഗലാൻഡിൻ്റെ അടുത്തുള്ള കടമ്പ്രയാർ എന്ന് പറഞ്ഞ ഒരു ആറിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത്. ഇവിടെ അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞങ്ങൾ ഇന്ന് കാണിച്ചു തരുന്നത്. ഗൈസ്, ഇതാണ് കടമ്പ്രയാറിലെ വിശേഷങ്ങൾ. ഇതിപ്പോൾ നമ്മൾ കടമ്പ്രയാർ പോണ വഴിയാണ്. ഈ വഴിയിൽ ഒരുപാട് താറാവ് കൂട്ടങ്ങൾ വെള്ളത്തിൽ ആറിൽ നീന്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും താറാവ് കൂട്ടങ്ങൾ നീന്തി തുടിക്കുന്നത്. ഒരുപാട് താറാവുണ്ട് ഗൈസ്. ഇതിൽ ഒരുപാട് താറാവുകളുണ്ട്. താറാവുകൾ നീന്തി തുടിക്കുന്ന വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താറാവും കൂട്ടം ഓടിപ്പോവുകയാണ്. നമ്മൾ അടുത്തേക്ക് ചെന്നപ്പോൾ താറാവും കൂട്ടം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അതിമനോഹരമായ വ്യൂ ആണ് കടമ്പ്രയാറിൽ ഉള്ളത്. ഗൈസ്, ഇതാണ് ആ തോണി. ഈ തോണിയിലാണ് വൈകിട്ടാവുമ്പോൾ ഇതിനെ നോക്കുന്ന ആൾ ഇതിലൂടെ പോയിട്ട് താറാവിനെ എല്ലാം അകത്ത് കൂട്ടിൽ കയറ്റുന്നത്. ഗൈസ്, നമ്മൾ ഇപ്പോൾ താറാവും കൂട്ടം കണ്ടു കഴിഞ്ഞു. അവിടുന്ന് നേരെ കടമ്പ്രയാറിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതാണ് നമ്മൾ പോകുന്ന വഴി, കടമ്പ്രയാർ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള വഴി. അതിമനോഹരമായ ഒരു സായാഹ്നം ആസ്വദിക്കാൻ പറ്റിയ അതിമനോഹരമായ ഒരു സ്ഥലമാണ് കടമ്പ്രയാർ. കാക്കനാട് നിന്ന് വീഗലാൻഡ് റോഡിലേക്ക് വരുന്ന വഴിയാണ് ഈ കടമ്പ്രയാർ സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതാണ് കടമ്പ്രയാറിലേക്ക് പോകുന്ന വഴി. ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ്, വലിയ ടൂറിസ്റ്റ് എന്നൊന്നും പറയാനില്ല, എന്നാലും ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. വൈകുന്നേരങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ വന്നിരിക്കാറുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ, മഴ കാലാവസ്ഥ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി പേർ രാവിലെ തുടങ്ങി വരാറുണ്ട്. ഒരുപാട് ആളുകൾ മീൻ പിടിക്കാൻ വരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ നേരെ കാണുന്നില്ലേ, അത് ഒരു വഞ്ചി പോലത്തെ ഒരു അത് വഞ്ചിയല്ല കേട്ടോ, സോറി, അത് കപ്പലാണ്, കപ്പൽ മോഡൽ. ഇത് യൂറോടെക് എന്നും പറഞ്ഞ മറൈൻ എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ഷേപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് യൂറോടെക് ആണ്. യൂറോടെക് എന്നും പറഞ്ഞ ഒരു മറൈൻ എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇതാണ് കടമ്പ്രയാർ. ഈ ആറിനാണ് ഈ പേര് കടമ്പ്രയാർ എന്ന് പറയുന്നത്. ഒരുപാട് ചുഴികളൊക്കെ പോകുന്നുണ്ട് ഗൈസ്, നിങ്ങൾ കാണുന്നില്ലേ. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാം, ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ആസ്വദിക്കാം. ഒത്തിരി പേർ ഇവിടെ മീൻ പിടിക്കാനൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആറിൻ്റെ ആറ് മറൈൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഇതാണ് കാണുന്നത്. അവിടെ ഷിപ്പ്, അതേപോലെ ബോട്ടിൻ്റെ ഒക്കെ രൂപം ഉണ്ടാക്കി അവരെ ട്രെയിനിങ് പഠിപ്പിക്കണ ഒരു രീതിയാണ് അതിൽ ചെയ്തു വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഒരു ഓടിട്ട ഏകദേശം നമ്മൾ പെട്ടെന്ന് കണ്ട ഒരു അമ്പലമായിട്ടാണ് അത് തോന്നുന്നത്. പക്ഷേ ഇത് അമ്പലമല്ല, ഇതൊരു ഹോട്ടലാണ്. ഈ ഹോട്ടൽ ഇപ്പോൾ ഓപ്പൺ അല്ല, കാരണം മഴ ആയതുകൊണ്ടിട്ട് ഇവരിപ്പോൾ നിർത്തി വെച്ചേക്കുവാണ്. ഇത് പണി നടക്കുന്നതിനെ കൊണ്ടിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓപ്പൺ അല്ല. ഇതൊരു ഹോട്ടലാണ്. ഇതാ ഹോട്ടലിലേക്ക് കയറുമ്പോൾ ഈ ഹോട്ടലിലേക്ക് കയറുമ്പോൾ ഉള്ള രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തൂക്കുപാലത്തിൻ്റെ അടുത്തേക്കാണ്. ഒരു തൂക്കുപാലം അതിമനോഹരമായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്നാൽ മൊത്തം വ്യൂ കാണാൻ പറ്റും. തൂക്കുപാലം അതിസുന്ദരമായിട്ടുള്ളൊരു തൂക്കുപാലം തന്നെയാണിത്. ഇത് പഴയ വർഷങ്ങളായിട്ട് പണിതേക്കുന്ന ഒരു തൂക്കുപാലമാണ്. ഇതിലൂടെ ഒരുപാട് പേർ ഇതിൻ്റെ മുകളിൽ നിന്ന് ആസ്വദിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ, നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ ഇതിൽ നിന്ന് കാണാൻ പറ്റും വീഗലാൻഡിൻ്റെ വ്യൂ. ആ തൊട്ടിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഗൈസ് കണ്ടോ, വീഗലാൻഡ് കണ്ടോ? അതാണ് വീഗലാൻഡ്. അതായത് വീഗലാൻഡ് അല്ല, ഇപ്പോൾ അത് വണ്ടർലേ ആണ്. ആദ്യമാണ് ആ വീഗലാൻഡ് ഉണ്ടായത്, ഇപ്പോൾ അത് വണ്ടർലേ ആണ്.
നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടർലയുടെ വ്യൂ ശരിക്കും ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഏകദേശം വണ്ടർലയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഈ പറഞ്ഞ സ്ഥലം. നമുക്ക് ചൂണ്ടയുണ്ടെങ്കിൽ ചൂണ്ടയിട്ടും മീൻ പിടിക്കാനൊക്കെ പറ്റിയ അതിമനോഹരമായ ഒരു പ്ലേസാണ്. നമുക്ക് ഒത്തിരി ഇവിടുന്ന് ഇങ്ങനെ ഒത്തിരി നടന്നു പോകാൻ പറ്റും, അങ്ങറ്റം വരെയും നടന്നു പോകാൻ പറ്റും. നിങ്ങളിപ്പോൾ അവിടെ കാണുന്നില്ലേ, അതുപോലെ നിങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുന്നതാണ്. ഇതാണ് ആ ഹോട്ടല്, ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഹോട്ടലുണ്ടല്ലോ. ഇപ്പോൾ അവിടെ പണി നടക്കുന്ന കാരണം കൊണ്ടിട്ട് അത് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും അവിടെ വന്ന് ഇരിക്കാനും വർത്തമാനങ്ങൾ പറയാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കടമ്പ്രയാർ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് അവൻ തൂക്കുപാലത്തുമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, തൂക്കുപാലത്തിൽ കൂടി കയറിയിട്ട് പഴയ തൂക്കുപാലമാണ്, അതുകൊണ്ട് പേടിയാകുന്നുണ്ട് കുറച്ചൊക്കെ. തുരുമ്പൊക്കെ ചെറുതായിട്ട് ഇവിടെ ഉണ്ട് അല്ലേ? തുരുമ്പുണ്ട്. ഇതിൽ വന്നിട്ട് ഒരു പേടി ഭീകരത ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ആയി ഇതേപോലത്തെ തൂക്കുപാലത്തിൽ കയറിയിട്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ട് ഇതേപോലത്തെ തൂക്കുപാലത്തിൽ? നമുക്കൊരു പേടി തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തൂക്കുപാലത്തിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുവാണ്. നമ്മളിപ്പോൾ പാലത്തിൻ്റെ താഴത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ തൂക്കുപാലത്തിൻ്റെ താഴത്തുനിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരുപാട് പേർ ഇവിടെ മീൻ പിടിക്കാൻ വരുന്നുണ്ട്, പക്ഷെ ഇന്നിപ്പോൾ ആരും കണ്ടിട്ടില്ല. എല്ലാവരും ഇവിടെ ആസ്വദിക്കാൻ വന്നവർ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളൂ. ഒത്തിരി മീനുകളൊക്കെ കിട്ടുന്ന സ്ഥലമാണിത്. ഇന്നിപ്പോൾ ഇവിടെ വലക്കാരോ ചൂണ്ടക്കാരോ ഒന്നും വന്നിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു വൈകുന്നേരം കുറച്ച് സമയം ആയി കഴിയുമ്പോൾ ഇവിടെ ഇഷ്ടംമാതിരി വലക്കാരും ചൂണ്ടക്കാരും ഉണ്ട്. ഒത്തിരി മീനുകളുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒത്തിരി മീനുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ചാടണ കണ്ട്, അത് മീൻ ചാടുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും, വെള്ളത്തിൽ നിൻ്റെ അവിടെ മീൻ പൊങ്ങി താഴുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒത്തിരി പേർ ഇവിടെ വരുന്നുണ്ട്, വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നിൽക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പാർക്കോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും ഇല്ല ഇവിടെ. ഇവിടെ ചുമ്മാ എന്താ പറയുക, ഒരു ആറിൻ്റെ തീരത്ത് നമുക്ക് പഴയ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റിയ അതിമനോഹരമായ ഒരു പ്ലേസാണ് കടമ്പ്രയാർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്.